സർ നമസ്കാരം. നമസ്കാരം. ലൈക്ക പ്രൊഡക്ഷനിൽ നിന്ന് ഗോകുലം മൂവീസ് അല്ലെങ്കിൽ ഗോകുലം ടീം ഈ എമ്പുരാനെ ഏറ്റെടുത്തു. അതിനുശേഷം എമ്പുരാൻ സിനിമ തിയേറ്ററിലെത്തി വലിയ വിവാദമുണ്ടാക്കി. എനിക്ക് തോന്നുന്നു ബിനീഷ് കൊടിയേരിയാണ് ആദ്യം ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. ഈ സിനിമ മാർച്ച് 27 ഇറങ്ങുന്നു. ഇറങ്ങി ആദ്യത്തെ ഷോ കണ്ട ഉടനെ ബിനീഷ് കൊടിയേരി ഒരു പോസ്റ്റ് ഇടുന്നു. ഈ വലിയ ചങ്കൂറ്റം വേണം, ഗുജറാത്ത് കലാപം നടത്തിയ സംഘപരിവാറാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറയാനൊരു ചങ്കൂറ്റം വേണം. അവിടെ നിന്ന് തുടങ്ങിയതാണ് എമ്പുരാനിലെ വിവാദം. ഇപ്പോ 1000 കോടിയുടെ തിരിമറി വരെ ഗോകുലം ഗോപാലൻ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നു. ചെന്നൈയിലേക്ക് എത്രയും വേഗം എത്തണമെന്ന് വരെ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഗോകുലം ഗോപാലിനെ ചതിച്ചത് ആരാണ്? ഇവിടെ ചതിയുടെ പാട്ട് വരികയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇതില് ഗോപാലേട്ടൻ ലൈക്ക് പിന്മാറിയപ്പോൾ ഗോപാലേട്ടൻ ആ പടം എടുത്തു. കാരണം ഇതിന്റെ മെയിൻ പ്രൊഡക്ഷൻ നോക്കിയിരുന്നത് ലൈക്കയും ആശീർവാദ് സിനിമാസുമായി. അതിൽ ലൈക്ക പിന്മാറിയപ്പോഴാണ് അവരുടെ ഇത് ഗൂഗിളും നമ്മൾ അത് എടുക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന കാര്യങ്ങളിലെല്ലാം ഗോപാലേട്ടനെ വലിച്ചിഴയ്ക്കുന്നത് എത്ര അർത്ഥശൂന്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ടോ അതിൻ്റെ ഡയറക്ഷനുമായിട്ടോ ഒന്നും ഗോകുലത്തിനൊന്നും ഒരു ബന്ധവുമില്ല. ഗോകുലത്തിനും ബന്ധമില്ല, ലാലേട്ടനും ബന്ധമില്ല. കാരണം ഇതൊരു വളരെ നിഗൂഢമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പൃഥ്വിരാജ് പ്ലാൻ ചെയ്തൊരു മൂവിയാണ്. അതിൽ ഒരുപാട് പേര് ഇരയായി, ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടായി. നമ്മൾ ഇന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന വലിയ വലിയ മഹത് വ്യക്തിത്വങ്ങളെല്ലാം പെട്ടെന്ന് അവർക്ക് നേരെ വൻ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇത് വലിയ താല്പര്യം തോന്നിയിട്ടുള്ളത്. അല്ലാതെ ദേശസ്നേഹികൾക്ക് അതിലെ ചില പാർട്ടികൾ കണ്ടാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗോകുലത്തിനോട് പോലും എന്തിനാ പറയണത്, ലാലേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ലാലേട്ടനോട് പോലും ഇപ്പൊ അതിൽ അഭിനയിക്കുന്ന വ്യക്തികളുടെ ഓരോ പാട്ടെടുത്ത് ഓരോന്നും AK-47 അസംബ്ലി ചെയ്യുന്ന പോലെയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. പണ്ട് AK-47 അസംബ്ലി ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പലതും ഉണ്ടാക്കും. അവസാനം ഒരിടത്ത് വെച്ച് ഇത് ജോയിൻ ചെയ്യും. പിന്നെയാണ് ഇത് AK-47 എന്ന് അറിയുന്നത്. സോ അതില് പിന്നെ ED അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു. അതെല്ലാം തീർന്നു. ED അങ്ങനെയല്ല, വളരെ മാന്യമായിട്ട് തന്നെയാണ് EDയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ED ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, NIA ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, ഇതെല്ലാം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ സംവിധാനങ്ങളാണ്. ഇതൊന്നും ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതല്ല. അവർക്ക് കിട്ടുന്ന വിവരങ്ങളും അവർക്ക് കിട്ടുന്ന കാര്യങ്ങളും അവർ കൃത്യമായിട്ട് അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരങ്ങനെ തന്നെ ചെയ്യാൻ വേണം. പക്ഷെ ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേരിൽ ഗോപാലേട്ടനോ അല്ലെങ്കിൽ ഗോകുലത്തിനോ ഒന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് കുറെ കൂടെ സുതാര്യമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഗോകുലമെന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ മാധ്യമങ്ങളുടെ വാർത്ത എന്ന് പറയുന്നത് അവർക്ക് ഈ വാർത്താ ദാരിദ്ര്യം കൊണ്ട് അവർ പലതും പറയും. അതിലൊക്കെ എത്രമാത്രം വാസ്തവം ഉണ്ടെന്നുള്ളത് അതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. സർ, പക്ഷെ ഒരു നിർമ്മാണ അല്ലെങ്കിൽ ഒരു വിതരണ രംഗത്തേക്ക് ഒരു പ്രൊഡക്ഷൻ പിന്മാറിയപ്പോൾ മറ്റൊരാൾ വരുന്നു. സ്വാഭാവികമായും വരുമ്പോൾ ആ സിനിമ എന്താണ് എന്നറിഞ്ഞിരിക്കും. ഇപ്പൊ ആളുകൾ കാണാൻ കാത്തിരുന്നത് സാറ് ലൂസിഫർ കണ്ടോന്ന് എനിക്കറിയില്ല. ലൂസിഫറിലെ എബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്കുള്ള ഒരു മാറ്റം, ഇത് കാണാനാണ് ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ സയ്യദ് മസൂദ് പോലെയുള്ള ഈ എന്താ പറയുക ദേശവിരുദ്ധരായുള്ളവരുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ പേരുകൾ കൂട്ടിച്ചേർത്തതെന്നോ ഗോദ്ര കലാപത്തിലെ ട്രെയിൻ കൂട്ടിച്ചേർത്തതെന്നോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോ ഇതൊന്നും അറിയാതെയാണോ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമയുടെ നിർമ്മാണ വിതരണ രംഗത്തേക്ക് വന്നത്? 100% ഗോപാലേട്ടന് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. കാരണം കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ സിനിമയുടെ കാര്യങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നതും അദ്ദേഹമാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിനുള്ള അറിവ് അല്ലെങ്കിൽ അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ ഗോപാലേട്ടൻ അവിടെ ഓക്കെ, അത് അത്രയും എന്നുള്ളതാണ് ആ സിനിമയിൽ. പക്ഷെ ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനകത്ത് ഫണ്ട് ചെയ്യുന്നു,
എന്നാൽ ഇതിന്റെ കംപ്ലീറ്റ് ന്യൂക്ക് ആൻഡ് കോർണേഴ്സിലുള്ള കാര്യങ്ങളൊന്നും അതിന്റെ ടെക്നിക്കൽ സൈഡൊന്നും നോക്കാനുള്ള സമയം ഗോപാലേട്ടനില്ല. ഒന്ന്, എന്തിനു പറയണം, ഇതിലെ പ്രധാന കഥാപാത്രമായ ലാലേട്ടന് പോലും അറിയാൻ സാധിച്ചില്ല അതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അറിയാത്ത ഒരു സാധനത്തെ പറ്റി നമ്മൾ എന്താ പറയുക? ഇത് പടത്തിന്റെ ബിസിനസിന്റെ കാര്യം മാത്രമാണ് ഗോപാലേട്ടൻ ശ്രദ്ധിച്ചത്. അതിൽ എങ്ങനെ നമ്മൾ അതിനകത്ത് പ്രോഫിറ്റ് എത്ര വരും, അത് ലോസ് ആവുമോ, കാരണം അത് 100% സക്സസ് ആവുമെന്ന് അറിയാം. കാരണം ലൂസിഫറിന്റെ ഒരു സക്സസ് ഹിസ്റ്ററി അവിടെ ഉണ്ട്. അപ്പൊ അതിനേക്കാളും പിന്നെ ടെക്നിക്കൽ ലെവലിൽ ഭയങ്കരമായിട്ട് പടം ഇത് അതിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങും ഒക്കെ അത്രയും ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഗൂഗിളും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഓക്കെ പറയുകയും ചെയ്തു. പിന്നെ അത് അങ്ങനെ ഒരു, അത് ഗോപാലേട്ടൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഇത്രയും നല്ലൊരു ടെക്നിക്കലി ഇതായിട്ടുള്ളൊരു പടം നിന്നു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഗോപാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒളിച്ചു വെച്ചിരുന്ന ഈ സാധനങ്ങളിൽ ഇതൊന്നും, അതായത് ഒരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പടം കണ്ടിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഫേസ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് പോലും ഷോക്കായി പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ, ഗോപാലേട്ടനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റീസിലോ ആന്റി നാഷണൽ മൂവീസോ ഒരു ചിന്തകൾ പോലും സമൂഹത്തിന് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിൻ്റെയും ഇവിടുത്തെ പൈതൃകവും ഇവിടുത്തെ എല്ലാ ഇതും സംരക്ഷിച്ചും ക്ഷേത്രങ്ങളും ഇതുമൊക്കെ ആയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഇനി തുടങ്ങുകയാണ് അടുത്തൊരു അധ്യായം. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന യഥാർത്ഥ എബ്രാഹിം ഖുറൈഷി ആരാണ്, അല്ലെങ്കിൽ യഥാർത്ഥ രാജവെമ്പാല ആരാണ് എന്നൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ കാണും. ഈ ഒന്നും അറിയാതെ ഇപ്പൊ സാർ പറയുന്നത് കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിയത്, ഒരാൾ പറയുന്നു അത് കേട്ടോ, ഓക്കെ ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ, ശരിയാണ് ലൂസിഫർ ഒരു വലിയ ഹിറ്റ് ആയിരുന്നതുകൊണ്ട് സ്വാഭാവികമായി എമ്പുരാൻ ഹിറ്റാകും എന്ന് പറയുന്നു. ഇതിന്റെ കളക്ഷന്റെ കാര്യത്തിൽ തന്നെ വലിയ കള്ളത്തരങ്ങൾ, പലപ്പോഴും 200 കോടി എന്ന് പറയുന്നു, 230 കോടി എന്നൊക്കെ പറയുന്നു. അതിൽ തന്നെ വളരെ വലിയ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് മൊത്തത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ലാലേട്ടൻ അടക്കം ഗോകുലം ഗോപാലൻ അടക്കം ഉള്ളവരെ മുരളി ഗോപി, പൃഥ്വിരാജ് തുടങ്ങിയ ഒരു ടീം, ഒരു ഗ്യാങ് ചതിച്ചു, വഞ്ചിച്ചു, മിസ്ലീഡ് ചെയ്തു എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? 100% അവര് ചതിക്കുകയായിരുന്നു ചെയ്തത്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ സ്വഭാവം എന്ന് പറയുന്നത്, അദ്ദേഹം ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു അതേ തരമുള്ള മനസ്സുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്ത് അദ്ദേഹത്തിന്റെ വിശ്വാസം, അതായത് എൻ്റെ കൂടെ ഉള്ളവർ, എൻ്റെ ക്രൂ എന്നെ ചതിക്കില്ല എന്നുള്ള രീതിയാണ്. അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ആക്ടർ ചെയ്യുന്ന ഒരു റോള് മാത്രം ലാലേട്ടൻ കണ്ടു എന്ന് പറയുന്നത്, അതെ ലാലേട്ടന്റെ റോളുകൾ മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചു, എങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. ഇപ്പം ഫൈനൽ ഔട്ട് വരുന്ന സമയത്തുള്ള സാധനം അല്ല ഇവരെല്ലാവരും കണ്ടത്. ഒരു സസ്പെൻസ് പോലെ സസ്പെൻസ് എന്ന് പറഞ്ഞ് ഇയാൾ മാറ്റി വെക്കുകയായിരുന്നു. കാരണം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അയാളെക്കാളും അപകടകാരി, അയാളെ നിയന്ത്രിക്കുന്നത് അയാളുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയം വന്ന സമയത്ത് പൃഥ്വിരാജിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അയാൾ എടുത്തതെന്ന്. അതുപോലെ തന്നെ BBC എന്ന് പറയുന്ന ഒരു ചാനൽ നരേന്ദ്രമോദിജിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗുജറാത്തിലെ ഈ കലാപ കാര്യങ്ങളും ഇതുമെല്ലാം BBC ആണ് ആദ്യം എടുത്ത് പുറത്തിടുന്നത്. അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പല പോരാട്ടങ്ങളും ഇവിടെ ഉണ്ടായി. അതും ആ സമയത്ത് ഞാനിവിടെ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ഇതിനെതിരെ BBC-ക്കെതിരെ ഒരു പത്രസമ്മേളനവും ഞാൻ നടത്തി. എന്നാൽ അതേ ആശയം തന്നെയാണ് ഇപ്പം ഈ പറയുന്ന പൃഥ്വിരാജിലൂടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ജനം കാണുന്നത്. അപ്പൊ ഇതിന്റെ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്തിരിക്കുന്ന ആരാണ്? സുപ്രിയ. ഓഫ് കോഴ്സ് സുപ്രിയ. പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് കുറെ കഴിവുള്ള, ടെക്നിക്കലി നല്ല നോളജ് ഉണ്ട്, ഇയാൾക്ക് എല്ലാം ആഴത്തിൽ പഠിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് പൃഥ്വിരാജ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിലുള്ള ഒരു വിശ്വാസവും ഇയാളെപ്പോലെ ഒരു വ്യക്തി ചെയ്യുന്ന സിനിമയിലോടുള്ള ഒരു ഇതും വെച്ചിട്ടാണ് മോഹൻലാലിനെ പോലുള്ളവരൊക്കെ ഇതിനെ 100% കണ്ണടച്ച് വിശ്വസിച്ച് ചതി പറ്റൂല എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, നമ്മുടെ ആൾക്കാരെ ഒറ്റ കൊടുക്കുന്ന പേരിൽ ഒരുപക്ഷെ ഇവർ ഹിന്ദു നാമധാരികളായിരിക്കാം, പക്ഷെ ചിന്തകൾ ദേശവിരുദ്ധമാണ്. കാരണം ഒരു ജിഹാദി നാമധാരിയായിട്ടുള്ളവന് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റില്ല, അവൻ അപ്പ പൂട്ടുവീഴും.
പക്ഷെ ഇത് ഉള്ളിൽ നിന്ന് കളിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ആൾക്കാരുണ്ട്. ഇവരെ തിരിച്ചറിയാൻ സമൂഹത്തിന് കിട്ടിയ ഒരു ഏറ്റവും വലിയ ചാൻസ് ആണത്. എന്തായാലും ഗോകുലം പെട്ടതാണ് എങ്കിൽ, ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വം, അദ്ദേഹം പെട്ടുപോയതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആരാണ് പെടുത്തിയത് എന്നുള്ളതിന്റെ സത്യാവസ്ഥയാണ് സാർ തുറന്നു പറഞ്ഞത്. ഇത് ജനങ്ങൾ കൂടെ തിരിച്ചറിയട്ടെ.